ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായി ആശുപത്രിയിലേക്ക് കുതിച്ച ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിലകപ്പെട്ട് 2 രോഗികൾക്ക് ദാരുണാന്ത്യം. എടരിക്കോട് കളത്തിങ്കൽ വീട്ടിൽ സുലേഖ, വള്ളിക്കുന്ന് അരിയല്ലൂർ കോട്ടാശ്ശേരി സ്വദേശി ഷജിൽ കുമാർ എന്നിവരുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം രാത്രി പാതി വഴിയിൽ പൊലിഞ്ഞത്. കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ 6-വരി പാതയിൽ കാക്കഞ്ചേരി ഭാഗത്താണ് ആംബുലൻസുകൾ അരമണിക്കൂറിലേറെ ഇങ്ങനെ കുടുങ്ങിക്കിടന്നത്. റോഡിലെ മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരിൽ ചിലർ ആംബുലൻസിന് വഴിയൊരുക്കാൻ നോക്കുന്നതും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. എത്ര ഭീകരമായിരുന്നു അവസ്ഥയെന്നത് ആംബുലൻസിന്റെ ഡാഷ് ക്യാമിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. ആ ദൃശ്യങ്ങൾ കൂടിയൊന്ന് കാണാം. കേസ് കേറുന്നുണ്ട്. ബോട്ട് പറ്റുന്നേ വലിയ ആള് അവസ്ഥയായി CPR അടിച്ചു കൊടുക്കണേ. മറ്റു വാഹനയാത്രക്കാർ ആംബുലൻസിന് വഴിയൊരുക്കാൻ ശ്രമിക്കുന്നതും എന്നാൽ മറ്റു വാഹനങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് ചലിക്കാൻ സാധിക്കാത്തതുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത്രയേറെ റോഡ് വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ അനിശ്ചിത സമയം കുടുങ്ങിക്കിടന്നത് രോഗികൾക്ക് യഥാസമയം ചികിത്സ നൽകാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. അത് തന്നെയാണ് ഈ ഒരു രോഗികളുടെ മരണത്തിലേക്കൊക്കെ നയിച്ചത്. കോട്ടയ്ക്കൽ മിംസിൽ നിന്ന് സുലേഖയുമായി വൈകിട്ട് 5:30 കോഴിക്കോട് ഇഖ്ര ആശുപത്രിയിലേക്ക് പുറപ്പെട്ട തെഹൽക്ക ICU ആംബുലൻസും ചേളാരി DMS ആശുപത്രിയിൽ നിന്ന് ഷജിൽ കുമാറുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയായിരുന്ന സാപ്കോ ആംബുലൻസുമാണ് ഇത്തരത്തിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. സമയം വൈകിയതോടെ ഇരു ആംബുലൻസുകളിലെയും രോഗികളെ ഫറോക്ക് ചുങ്കം ക്രസന്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കോട്ടയ്ക്കലിൽ നിന്ന് ഇഖ്ര ആശുപത്രിയിലേക്ക് സാധാരണഗതിയിൽ 45 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ആംബുലൻസ് അത്ര തന്നെ സമയം നിശ്ചലമായി വഴിയിൽ കുടുങ്ങിയെന്നാണ് തെഹൽക്ക ആംബുലൻസിന്റെ ഡ്രൈവർ നൂഹ്മാനുൽ അൽത്താഫ് പറഞ്ഞത്. 4 വരിയിലായി കുരുങ്ങിക്കിടക്കുന്ന വാഹനനിരയിൽ നിന്ന് 1 ഇഞ്ച് പോലും അനങ്ങാനാവാതെ ആംബുലൻസ് നിശ്ചലമാവുകയായിരുന്നു. ഇത് കണ്ട മറ്റു വാഹനങ്ങളിലെ യാത്രക്കാർ ഇറങ്ങി വന്ന് കുരുക്ക് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും. എന്നാൽ ഈ പരിശ്രമവും ഫലം കണ്ടില്ല. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് വാഹനക്കുരുക്കിൽ നിന്ന് പുറത്ത് കടക്കാനായതെന്നും ഡ്രൈവർ പറഞ്ഞു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത ഷജിൽ കുമാറുമായി വൈകിട്ട് 7:30 പുറപ്പെട്ടതാണ് രണ്ടാമത്തെ ആംബുലൻസ്. സാധാരണ ചേളാരി DMSൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനാകുമെന്ന് ഡ്രൈവറായ സാദിഖ് വെള്ളിമുക്ക് പറഞ്ഞു. എന്നാൽ കാക്കഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിൽ അരമണിക്കൂറോളം അകപ്പെട്ടതോടെ രോഗിയുടെ ആരോഗ്യനില കൂടുതൽ മോശമാവുകയായിരുന്നു. ഗതാഗതക്കുരുക്കിൽ മറ്റു ചില ആംബുലൻസുകളും ഇത്തരത്തിൽ കുടുങ്ങിക്കിടന്നതായും ഈ ഒരു ഡ്രൈവർമാർ പറയുന്നുണ്ട്. എന്തായാലും എത്ര ദയനീയമാണ്, പ്രതിഷേധകരമാണ് നമ്മുടെ റോഡുകളിലെ ഗതാഗതക്കുരുക്കിന്റെ അവസ്ഥയെന്ന് വ്യക്തമാക്കുന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം കൂടിയാണിത്. കേരളത്തിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ സംഭവം അല്ല ഇത് എന്നോട് കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ആംബുലൻസിനുള്ളിൽ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങി പിഞ്ചു കുഞ്ഞടക്കം മരിച്ച സംഭവം നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആംബുലൻസിൽ വരുന്ന രോഗികളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുന്നുവോ അത്രയും വേഗം ജീവൻ തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കും. അത്തരത്തിൽ ജീവന്റെ വിലയുള്ള നിമിഷങ്ങളാണ് റോഡിൽ പാഴാക്കപ്പെടുന്നത്. സമാനമായ സംഭവങ്ങൾ ഇനിയും നമ്മുടെ സംസ്ഥാനത്ത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.